ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ പ്രതിപക്ഷ നിരയിൽ അമർഷം. കോൺഗ്രസിന്റെ അവിശ്വാസ നീക്കം അനാവശ്യമായെന്ന് വിമർശനം. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ NCP, SP പാർട്ടികളും വിട്ടുനിൽക്കും. മാർച്ച് 9 പ്രമേയം അവതരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. PR സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ, ചുരുക്കത്തിൽ സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണോ ഇന്ത്യ മുന്നണിയിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരമൊരു സാഹചര്യമാണ്, അത്തരമൊരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ നേരിടുന്നത്. സ്പീക്കറെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയിട്ടുള്ള ഈ ഒരു അവിശ്വാസ നോട്ടീസ് അനാവശ്യമായി പോയി എന്ന് പ്രതിപക്ഷ നിരയിൽ ഇപ്പോൾ കൂടുതൽ പാർട്ടികൾ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം സ്പീക്കറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് നൽകുക എന്ന് പറയുമ്പോൾ അതൊരു അവസാനത്തെ നടപടിയാണ്, പ്രതിഷേധത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു നടപടിയാണ്. അത്തരമൊരു നീക്കത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ട സാഹചര്യമുണ്ടോ എന്നതാണ് പ്രതിപക്ഷ പാർട്ടികളിലെ പ്രധാനപ്പെട്ട പല പാർട്ടികളും ഉയർത്തുന്ന ചോദ്യം എന്നത്. പ്രത്യേകിച്ച് NCP, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി, അതുപോലെ പ്രതിപക്ഷ നിരയിൽ തന്നെയുള്ള സ്വതന്ത്ര അംഗങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പേർ ഇതിനെ എതിർത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഇങ്ങനെ ഒരു നീക്കം നടത്താൻ സാധിക്കില്ല എന്നത് ഈ ഒരു എതിർപ്പുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. വരുന്ന 9-ാം തീയതിയാണ് പാർലമെന്റിന്റെ 2ാം ഘട്ട സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. 9-ാം തീയതി തന്നെ ഈ ഒരു അവിശ്വാസ നോട്ടീസ് സഭയിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. പക്ഷേ ആര് ഈ അവിശ്വാസ നോട്ടീസ് സഭയിൽ അവതരിപ്പിക്കണം, ആരതിന്മേൽ സംസാരിക്കണം എന്ന കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. അപ്പോഴാണ് ഈ പ്രതിപക്ഷ നിരയിൽ തന്നെ ഒരുപാട് പാർട്ടികൾ കോൺഗ്രസിന്റെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വരുന്നത്. കാരണം ഇത്തരമൊരു നീക്കം ഇപ്പോൾ ഗുണം ചെയ്യില്ല. അത് 9-ാം തീയതി വോട്ടിനിട്ട് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും വലിയ നാണക്കേടാകും എന്നൊക്കെയാണ് പല പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾ ഒരുപക്ഷെ വാക്കൌട്ട് നടത്തി പുറത്തേക്ക് പോവുകയാണെങ്കിൽ എണ്ണത്തിന്റെ കാര്യം നോക്കിയാൽ പോലും കോൺഗ്രസിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിലും അത് ഏറെ താഴെയായിരിക്കും. അപ്പോൾ ഭരണപക്ഷം വലിയ മേൽക്കൈയോടുകൂടി സ്പീക്കർക്കെതിരായ ഈ അവിശ്വാസം തള്ളിയാൽ അത് രാഷ്ട്രീയമായി പ്രതിപക്ഷ നിരയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കും. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ വലിയ അവ്യക്തതയും വലിയ അമർഷവും പ്രതിപക്ഷ നിരയിൽ പുകയുകയാണ്. കോൺഗ്രസ് ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അത് അംഗീകരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികളിലെ വലിയൊരു വിഭാഗം വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഓക്കെ, താങ്ക് യു. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്. PR സുനിൽ പറയുന്നത് പോലെ ഒടുവിൽ കോൺഗ്രസ് മാത്രമായി തീരുമോ എന്നുള്ളതാണ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ നീക്കത്തിൽ കോൺഗ്രസ് ഇത്തിരി തിടുക്കം കാണിച്ചു എന്നുള്ളതാണ് ചില ഘടകകക്ഷികൾ ഇപ്പോൾ പറയുന്നത്.